എറണാകുളം കോട്ടയം വഴി കായംകുളത്തേക്ക് വന്ന മെമു ട്രെയിനിന്റെ പുറകുവശത്തെ ബോഗിയുടെ താഴ്ഭാഗത്തു നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. തുടർന്ന് കായംകുളത്തിനടുത്ത് ട്രെയിൻ നിർത്തിയിട്ടു. അഗ്നിരക്ഷാസേനയും റെയിൽവേ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബ്രേക്ക് തകരാറിനെ തുടർന്നായിരുന്നു പുക ഉയർന്നത്. എറണാകുളത്തു നിന്നും കോട്ടയം വഴി കായംകുളത്തേക്ക് വരികയായിരുന്ന മെമു ട്രെയിനിന്റെ പിറകുവശത്തെ ബോഗിയുടെ താഴ്ഭാഗത്തു നിന്നുമാണ് പുക ഉയർന്നത്. ഇതോടെ ട്രെയിൻ നിർത്തിയിട്ടു. പുക ശ്രദ്ധയിൽപ്പെട്ടത് യാത്രക്കാരിലടക്കം പരിഭ്രാന്തി പരത്തി. രാവിലെ 11:15 സംഭവം. ട്രെയിൻ മാവേലിക്കര കഴിഞ്ഞ് കായംകുളത്തെത്താറായപ്പോൾ നടക്കാവ് റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം ഉണ്ടാകുന്നത്. ട്രാക്കിൽ ജോലി ചെയ്യുകയായിരുന്ന ട്രാക്ക് മെയിൻ്റനർമാർ ട്രെയിനിന്റെ പിൻഭാഗത്തു നിന്നും വലിയ തോതിൽ പുകയുയരുന്നത് കണ്ടു. ഇവർ ഉടൻ തന്നെ തൊട്ടടുത്ത ലെവൽ ക്രോസുകളിൽ വിവരം അറിയിച്ചു. ഇവിടെ നിന്നും റെയിൽവേ അധികൃതർക്ക് വിവരം കൈമാറി. ഇതോടെ കായംകുളത്തു നിന്നും അഗ്നിരക്ഷാസേനയും റെയിൽവേ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ട്രെയിൻ നിർത്തി യാത്രക്കാരെ പുറത്തിറക്കുകയും ചെയ്തു. നിർത്തിയിട്ട ട്രെയിനിൽ നിന്നും യാത്രക്കാരെ പുറത്തിറക്കുകയും ചെയ്തു. റെയിൽവേയുടെ സാങ്കേതിക വിദഗ്ധർ സ്ഥലത്തെത്തി വിശദ പരിശോധന നടത്തി. ബ്രേക്കിലെ തകരാറായിരുന്നു പുക ഉയരാൻ കാരണമായത്. ഇതോടൊപ്പം തന്നെ ട്രെയിനിൽ ആകമാനവും റെയിൽവേ പാളങ്ങളിലും പരിശോധന നടത്തി. മെമു പിടിച്ചിട്ടതിനെ തുടർന്ന് മറ്റു ട്രെയിനുകൾ വൈകി. എറണാകുളം കൊല്ലം മെമു 1 മണിക്കൂറും തിരുവനന്തപുരത്തേക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസ് 40 മിനിറ്റും വൈകി. പിന്നീട് മെമു ട്രെയിൻ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാറ്റി. കുറച്ച് നേരം കൊണ്ട് നമ്മൾ ബാക്കിൽ അന്നേരം ഒരു നല്ല സൗണ്ട് വരുന്നുണ്ട്. സൗണ്ട് വന്നിട്ട് ഇടയ്ക്കാണെങ്കിൽ പുകയുടെ കരിഞ്ഞ മണം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ചെങ്ങന്നൂർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതിനകത്ത് സൗണ്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ട് പെട്ടെന്ന് എന്തോ പൊട്ടുന്ന പോലെ ഇതായി. അന്നേരം നമ്മളിരുന്ന് അവിടെയെല്ലാം കൂടെ പുക പൊങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ വണ്ടി അന്നേരത്തേക്ക് മനസ്സിലായി ഗാർഡിൽ. അപ്പോൾ ഗാർഡപ്പം തന്നെ വണ്ടി ചവിട്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങി ഫ്രണ്ടിലോട്ട് നീങ്ങി വന്നു. അപ്പോഴാണ് മറ്റേ വണ്ടിയിൽ നിന്ന് ലോക്കപ്പയിലോട്ട് വന്നത്. CDNet ന്യൂസ്, കായംകുളം.